Stars on Air. Stars on Air. The Celebrity Talk Show. With RJ Tushara. റേഡിയോ മലയാളം 98.6 RJ തുഷാരയാണ് സ്റ്റാർസ് ഓൺ എയറിൽ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഞാൻ ഇന്ന് സ്റ്റാർസ് ഓൺ എയറിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ആണ് അരുൺ അജയ് കുമാർ. വെൽക്കം ടു സ്റ്റാർസ് ഓൺ എയർ. താങ്ക് യു. ശരിക്കും ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ചയായി മാറിയിരിക്കുന്നത് ഇസ് ദ ലേറ്റസ്റ്റ് ഫിലിം ദാറ്റ് യു ഹാവ് ആക്ടഡ് ഇൻ, DS Ire. ദാറ്റ് ഇസ് ദ റൈറ്റ് പ്രൊനൗൺസിയേഷൻ അല്ലേ? ഓക്കെ. അപ്പൊ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് യു ഹാവ് പ്ലേഡ് ദ റോൾ ഓഫ് കിരൺ ആൻഡ് യു ഗോട്ട് അമേസിംഗ് ആയിട്ടുള്ള റെസ്പോൺസ്. എങ്ങനെയുണ്ട്? ഇത് പ്രതീക്ഷിച്ചിരുന്നു ഇത്രയും ഒരു റെസ്പോൺസ്? അയ്യോ, ഒരിക്കലും ഞാൻ ഐ എം വെരി ഓവർവെൽംഡ്. ഒരുപാട് ആൾക്കാർ വിളിക്കുന്നു, ഒരുപാട് ഇൻഡസ്ട്രിയിലുള്ളവരും അല്ലാത്ത കുറെ റാൻഡം ആൾക്കാരൊക്കെ വിളിച്ച് ബ്രോ കലക്കി ബ്രോ എന്നൊക്കെ പറഞ്ഞു. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ പ്രതീക്ഷിക്കാത്തൊരു സാധനമാണ്. അമേസിംഗ്. ഈ ഒരു മൂവിയിലേക്ക്, ഈ ഒരു സ്റ്റോറിയിലേക്ക് എങ്ങനെയാണ് റോപ്പിൻ ചെയ്തത് അരുണിനെ? അതിന്റെ ആ ഒരു കഥയൊന്ന് നമുക്ക് പറഞ്ഞു തരാമോ? ബേസിക്കലി ഞാനിപ്പം രാഹുലേട്ടൻ ഭൂതകാലം ചെയ്യുന്ന സമയം തൊട്ടിട്ട് എനിക്ക് ഭൂതകാലത്തിന്റെ പോസ്റ്റർ ഡിസൈൻ വഴി രാഹുലേട്ടൻ അറിയാം. പിന്നീട് പ്രമേയോഗം ചെയ്തപ്പോഴും അറിയാം. അപ്പം എപ്പോഴും ഞാൻ രാഹുലേട്ടന്റെ ഒരു ഭയങ്കര ഫാനാണ്. പുള്ളി ചെയ്യുന്ന വർക്കിന്റെയും പുള്ളിയുടെ ഒരു ഫ്ലോ ഒക്കെ ഞാൻ ഭയങ്കര ഇൻസ്പയർഡ് ആണ് പുള്ളിയുടെ. ഞാൻ എപ്പോഴും പണ്ടോട്ടേ ചാൻസ് ചോദിക്കുമായിരുന്നു. ഈ ഭൂതകാലം തൊട്ടിട്ട് ഞാൻ ചാൻസ് ചോദിക്കും. രാഹുലേട്ടൻ പറയും, എടാ ഒരു വീടും 2 പേരും ഉള്ളടാ, ഇതിൽ ചാൻസ് കാസ്റ്റില്ലടാ. അടുത്ത പടം ചെയ്തപ്പോ പുള്ളി പറഞ്ഞ, എടാ ഒരു വീടും 3 പേരും ഉള്ളടാ, അതൊരു ഒരു ചെറിയ പടം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് പ്രമേയോഗം ഉണ്ടായത്. അതിനുശേഷം പുള്ളി ഇപ്പൊ ഒരു വീടും ഒരാളെ ഉള്ളടാ എന്നൊക്കെ പറഞ്ഞൊരു പടമായിട്ട് വന്നായിരുന്നു. പിന്നീട് ഞാൻ പിന്നെ ചോദിച്ചില്ല. പക്ഷെ കുറച്ചാൾ കഴിഞ്ഞപ്പോ എന്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെയാണ് ഞാൻ നിന്നെ വെച്ചിട്ട് നിന്നെ മനസ്സിൽ വെച്ചിട്ട് ഒരു പരിപാടി എഴുതിയിട്ടുണ്ട്, ഇപ്പൊ ഒന്നും പറയുന്നില്ല, ഞാൻ പിന്നെ പറയാന്നൊക്കെ പറഞ്ഞു. പിന്നെ ലേറ്റർ ഓൺ ഹി ടോൾഡ് മീ ദറ്റ് ഇങ്ങനെ ഒരു പരിപാടിയാണ്, അഗൈൻ ഇറ്റ്സ് എ ഹൊറർ ഫിലിം, അപ്പം ഒരു രസമുള്ളൊരു ക്യാരക്ടർ ഉണ്ട്, നീ ഒന്ന് വായിച്ചിട്ട് പറയാന്ന് പറഞ്ഞ് എന്നെ ഐ റെഡ് ദ ഹോൾ തിങ് ആൻഡ് ഐ വാസ് ഓൾസോ വെരി എക്സൈറ്റഡ്. ഒരു ഭയങ്കര ഒരു രസമുള്ള ഒരു സാധനമായിട്ട് വരുമെന്ന് വിചാരിച്ചു. സോ അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വന്നേക്കുന്നത്. രാവിലെ എന്റെ ഒരു ഒറ്റ പടം കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ പ്രീവിയസ്ലി അഭിനയിച്ചിരിക്കുന്ന ഒന്നും കണ്ടിട്ടില്ല. ഞാൻ പുള്ളിയെ വലിച്ചോണ്ട് പോവാൻ നോക്കിയിട്ടുണ്ട് സിനിമയ്ക്ക്, പക്ഷെ ഇതുവരെ അങ്ങനെ എന്റെ ഒരു പടം കണ്ടിട്ടില്ല. എന്തുകൊണ്ടാന്ന് അറിയില്ല. പക്ഷെ പിന്നീട് ഹി ടോൾഡ് മീ ദറ്റ് നിന്റെ മാനർസും നിന്നെ വെച്ചാണ് ഞാൻ എഴുതിയേക്കുന്നത്, എനിക്കിത് പറ്റുമെന്ന് തോന്നി എന്ന് പറഞ്ഞിട്ടുണ്ട്. DS Ire എന്ന് പറയുന്ന ഈ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമയുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. ഇതിൽ അരുൺ ചെയ്തിരിക്കുന്ന കഥാപാത്രം കിരൺ എന്ന് പറയുന്ന കഥാപാത്രം ഭയങ്കര ലെയേർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ലോട്ട് ഓഫ് ലെയേഴ്സ് ഉണ്ട് ഈ ഒരു ക്യാരക്ടറിൽ. എങ്ങനെയായിരുന്നു ഈ ഒരു കഥാപാത്രത്തിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ? ബേസിക്കലി ഞാനിപ്പോ ഈ പടം വായിച്ചപ്പോ തന്നെ എനിക്ക് എന്റെ ഒരു ഫ്രണ്ടിന് സംഭവിച്ചേക്കുന്ന ഒരു ഇൻസിഡന്റ് ആണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. അപ്പൊ ഞാൻ ചെറുപ്പത്തിൽ ഒരു 10ാം ക്ലാസ്സിൽ വെച്ചിട്ട് ഒരു ഫ്യൂണറലിന് പോവുകയും അവിടെ വെച്ച് കണ്ടേക്കുന്ന ഇവന്റെ ഒരു ബിഹേവിയറും അവസ്ഥയും, അവൻ എന്റെ അടുത്ത് സംസാരിച്ച ഒരു ഫുട്ബോൾ തട്ടിക്കൊണ്ട് അവൻ എന്റെ അടുത്ത് അന്ന് സംസാരിച്ചു. സോ ദ ഹോൾ സീൻ വാസ് റിട്ടൺ ഡിഫറെന്റ്ലി. സോ കണ്ടന്റ് വാസ് സെയിം. പക്ഷെ ഇങ്ങനെ ഫുട്ബോൾ പരിപാടിയൊക്കെ ഞാൻ ഇങ്ങനെ ആരോട് ചോദിച്ചു, ഇങ്ങനെ ഒരു സീൻ ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്കത് കണ്ടപ്പോ ഭയങ്കര ട്രോമയായിരുന്നു. അപ്പം ഇതിനെ കുറിച്ച് എന്താ അഭിപ്രായം എന്ന് വെച്ചാൽ ഈ ചെയ്യാറ് അത് നല്ല രസമുണ്ട്, നമുക്കെന്നാ അത് പ്ലേ ചെയ്യാം, അത് ട്രൈ ചെയ്ത് നോക്കാം, എനിക്ക് ഫുട്ബോൾ തരാം, നീ എന്താ വെച്ച് ചെയ്തോ എന്ന് പറഞ്ഞു. ലേറ്റർ ഓൺ ഐ ഓൾവേസ് വാണ്ടഡ് ടു ട്രൈ സംതിങ് ലൈക്ക് ദിസ്. എനിക്കറിയില്ല ആസ് എൻ ആക്ടർ എങ്ങനെ ഇത് പുൾ ഓഫ് ചെയ്യാൻ പറ്റും. ഞാൻ സോഫാർ കോമഡി റോൾസ് ആണ് ചെയ്തിരിക്കുന്നത്, ഇത് ചെയ്യാൻ പറ്റണമെന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായി. ഒരുപാട് റിയൽ ഇൻസ്പിറേഷൻസ് ഞാൻ കണ്ടത് വെച്ചിട്ടൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായി. പിന്നീട് ലേറ്റർ ഓൺ ഞാൻ ഈ പറയുന്ന പോലെ സെറ്റിലാണെങ്കിൽ അധികം കുറെ പേരോട് മിണ്ടാതെ കുറെ ചിരിച്ചു കളിച്ച് നടക്കാതെ കുറച്ചൊന്നും ഒതുങ്ങിയിരിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. കോൺഷ്യസ്ലി ഒന്നും മിണ്ടാതിരിക്കാൻ നോക്കി. അപ്പൊ തന്നെ എനിക്ക് ഭയങ്കര ഒന്ന് ഫ്രസ്ട്രേറ്റഡ് ആയി. ഞാൻ ഐ ഹവ് ഓൾവേസ് തോട്ട് അബൌട്ട് കിരണിന്റെ ഒരു അവസ്ഥ എന്തായിരിക്കും, അവന്റെ ഒരു ബാക്ക് സ്റ്റോറി, അവന്റെ ഒരു ഡേ എന്തായിരിക്കും, അങ്ങനത്തെ ഒക്കെ കുറെ തോട്ട് ഉണ്ടായിരുന്നേ ഉള്ളൂ. അല്ലാതെ there was no other heavy preparations. ഇങ്ങനത്തെ കുറച്ച് പരിപാടിയായിരുന്നു. ആ തോട്ട്സിൽ നിന്ന് വന്നിട്ടുള്ള ഒരു എഫക്റ്റും കൂടെ എന്ന് വേണം നമുക്ക് പറയാം അല്ലേ? ഡെഫിനറ്റ്ലി. ആൻഡ് ദ ഡയറക്ടർ ഹെൽപ്ഡ് എ ലോട്ട്. രാഹുലേട്ടന്റെ ഒരുപാട് ഇൻപുട്സ് ഉണ്ടായിരുന്നു, അതൊക്കെ കൂടെ വെച്ചിട്ടാണ് അങ്ങനെ വന്നത്. ഓക്കെ, അടിപൊളി. ഈ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ വാട്ട് വാസ് യുവർ ഫസ്റ്റ് റിയാക്ഷൻ? ഞാൻ ഒരു റൂമിൽ ഒറ്റയ്ക്കിരുന്നാ വായിച്ചത്. അപ്പം എനിക്കാണെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോ പേടി വരാൻ തുടങ്ങി. ഞാൻ എന്നിട്ട് പയ്യെ ലൈറ്റ് ഒക്കെ ഇട്ട് ജനലൊക്കെ തുറന്നിട്ടിട്ടാണ് ബാക്കി വായിച്ചത്. അപ്പൊ എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ്. എനിക്കിട്ട് വായിച്ചു പോയി. എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ ഇച്ചിരി ഒരു മടിയനാണ്. ഞാൻ പെട്ടെന്ന് വായിച്ചൊന്നും തീർക്കാറില്ല. പക്ഷെ എനിക്കിത് പെട്ടെന്ന് വായിച്ചെടുക്കാനുള്ള ഒരു ടെൻഡൻസിയും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയായിരുന്നു വായിച്ചപ്പോ. When people approach you, ആക്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു കഥാപാത്രം ചൂസ് ചെയ്യുമ്പോൾ what is it that you look for in it? So far I have not consciously looked at like specific. എനിക്ക് ആ പടത്തിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടോ, എനിക്ക് at the end ഞാൻ ആസ് എ ബിഗിനർ ഞാൻ ഓപ്പർച്യൂണിറ്റീസ് ആണ്
പോയിക്കൊണ്ടിരുന്നത്. ഞാൻ ഒരുപാട് റോളുകൾ വേരിയേഷൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞാൻ മാക്സിമം ഇപ്പൊ ഞാൻ ഇതിന് മുന്നേ ഒരു ആസാമീസ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പടക്കളത്തിൽ ഞാൻ വെച്ചിട്ട് കോമിക്കൽ സാധനം ചെയ്തത്. പിന്നീട് അതിന് മുന്നേ അന്വേഷിപ്പിക്കും കണ്ടത്തിൽ ഞാൻ കുറച്ച് സീരിയസ് നോട്ടുള്ള സാധനം ചെയ്തിട്ടുണ്ട്. സോ ഐ ഓൾവേസ് ലൈക്ക് പ്ലേയിങ് ലൈക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് തിങ്സ്. കുറച്ച് വേരിയേഷൻ ട്രൈ ചെയ്ത കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. എനിക്കറിയില്ല അത് എത്ര കിട്ടുമെന്ന്. പക്ഷെ ഇപ്പം DSR കിട്ടിയപ്പോ പോലും എനിക്ക് ഉണ്ടായ ഒരു എക്സൈറ്റ്മെന്റ് അതായിരുന്നു. ഞാൻ ഇതുവരെ ചെയ്യാത്ത അല്ലെങ്കിൽ ഞാനല്ലാത്തൊരു പരിപാടിയാണെന്ന് എനിക്ക് തോന്നി. സോ അങ്ങനത്തെ ചാലഞ്ചിങ് ആണോ എന്ന് നോക്കാറുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ഒരുപാട് സ്പെസിഫിക്കലി ഇത് നോക്കി നടക്കാറില്ല. കാരണം നമുക്ക് കിട്ടുന്ന വെച്ചല്ലേ പിടിക്കാൻ പറ്റത്തുള്ളൂ. ബട്ട് ഐ എം ഓൾവേസ് ലുക്കിംഗ് ഫോർ ന്യൂ സ്റ്റഫ്. ഈ DSRയിലെ പല മൊമെന്റ്സും വളരെ ഈ പറഞ്ഞ പോലെ തന്നെ സ്കേറി ആയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ട്, നമ്മളെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള മൊമെന്റ്സ് ഉണ്ട്. പേഴ്സണലി ഫോർ യു ഏറ്റവും ഇൻട്രീഗ് ചെയ്ത അല്ലെങ്കിൽ സംതിങ് ദാറ്റ് സ്റ്റേഡ് വിത്ത് യു എന്ന് നമ്മൾ പറയത്തില്ല, അങ്ങനത്തെ ഒരു മൊമെന്റ് അല്ലെങ്കിൽ ഒരു സീൻ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും? DSRയിൽ ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് ജയചേച്ചിയുടെ സീൻസ് ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിരുന്നു. ഞാൻ ഏറ്റവും കിഴുങ്ങിപ്പോയത് മറ്റേ എന്തോ ചാണ്ടി ചെയ്തുകൊണ്ട് അവര് ഒരു കുഴി വെട്ടുന്ന ഒരു സീനുണ്ട്. അത് ഭയങ്കര എന്ന് വെച്ചാൽ ഒരു നോർമൽ ആക്ടിവിറ്റി ആണെങ്കിൽ പോലും എനിക്ക് അതിന്റെ ഒരു വയലന്റ് ഫീല് കണ്ടിട്ട് ഭയങ്കര എന്റെ അമ്മോന്ന് തോന്നിയായിരുന്നു. ഇപ്പൊ അത് പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് ഗൂസ് ബംസ് ഒന്നായി. റിമെമ്പർ ദാറ്റ് സീൻ സഡൻലി. ഗംഭീരായിരുന്നു അവര്. വെരി ട്രൂ. ഓൾറൈറ്റ്. ശരിക്കും ഇതിന്റെ ഒക്കെ തുടക്കം എസ്തെറ്റിക് കുഞ്ഞമ്മയാണ്. ഇറ്റ്സ് ദ റൂട്ട് ഓഫ് ഇറ്റ് ഓൾ എന്ന് നമുക്ക് പറയാം അല്ലേ? ഇൻഫാക്ട് ഐ തിങ്ക് ലാസ്റ്റ് ടൈം നമ്മൾ ഇന്റർവ്യൂ ചെയ്തപ്പോഴും വി വർ ടോക്കിംഗ് അബൌട്ട് സ്പെസിഫിക്കലി അബൌട്ട് ബ്രഹ്മയുഗത്തിന്റെ പോസ്റ്റേഴ്സ് ചെയ്തതിനെ കുറിച്ചായിരുന്നു യു സ്പോക്ക് ടു മീ അബൌട്ട്. അപ്പൊ അതിനെക്കുറിച്ച് അറിയാത്ത നമ്മുടെ കുറച്ച് ലിസണേഴ്സ് ഉണ്ട്, അവരോടും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിട്ട് ലെറ്റ്സ് ജസ്റ്റ് ടോക്ക് അബൌട്ട് എസ്തെറ്റിക് കുഞ്ഞമ്മ ആൻഡ് വാട്ട് യു ഡു ദേർ. ഐ ഫൗണ്ട് എസ്തെറ്റിക് കുഞ്ഞമ്മ. എസ്തെറ്റിക് കുഞ്ഞമ്മ ഒരു ഡിസൈൻ കമ്പനിയാണ്. അപ്പോ അത് ഈ പറയുന്ന പോലെ നമ്മൾ പ്രൈമറിലി ഇപ്പൊ ഫോക്കസ് ചെയ്യുന്നത് സിനിമ ഡിസൈനുകളിലാണ്. ലേറ്റസ്റ്റ് നമ്മൾ ചെയ്ത പടങ്ങളാണ് ഇപ്പൊ ലോക അല്ലെങ്കിൽ ബ്രഹ്മയുഗം. നമ്മൾ തെലുങ്ക് തമിഴിലൊക്കെ ആയിട്ട് കുറച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പൊ DSR ആണ് ചെയ്തത്. സോ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും വി ഹവ് ജസ്റ്റ് സ്റ്റാർട്ടഡ്. ഒരു 5 കൊല്ലം ആയിട്ടുള്ളൂ. നമ്മളൊരു ബഞ്ച് ഓഫ് യങ്സ്റ്റേഴ്സ് ആണ് അത് തുടങ്ങിയേക്കുന്നത്. എന്റെ ഒരു കോ-ഫൗണ്ടർ ഉണ്ട് ദീപക്. സോ ഒരു ഭയങ്കര ഒരു പാഷൻ പ്രോജക്റ്റ് പോലെ നമ്മൾ കുറച്ച് ഫണ്ണായിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ്. സോ ബ്രഹ്മയുഗം വാസ് വൺ ഓഫ് അവർ ഒരു ബ്രേക്ക് ത്രൂ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. രാഹുലേട്ടന്റെ പടം തന്നെയാണ്. നമുക്കൊരു ഓൾ ഇന്ത്യ കുറച്ച് അപ്പീൽ കിട്ടിയാൽ നമുക്ക് ഇപ്പോഴും തെലുങ്കിലും തമിഴിലൊക്കെ പോകുമ്പോഴും ആൾക്കാര് ഇവര് ബ്രഹ്മയുഗം ഡിസൈനേഴ്സ് ആണെന്ന് പറയുന്ന അത്രയും ഒരു റെക്കഗ്നീഷൻ തന്ന ഒരു പടം. സോ വി ഡിഡ് പോസ്റ്റേഴ്സ് ഫോർ ദാറ്റ്. വെരി ഹാപ്പി ഫോർ ദാറ്റ്. സോ അങ്ങനെ കുറച്ച് പരിപാടിയാണ് എസ്തെറ്റിക് കുഞ്ഞമ്മ. വി ആർ ഓൾസോ കറന്റ്ലി ഡൂയിങ് മാർക്കറ്റിംഗ്, ബ്രാൻഡിങ്. സോ വി ആർ ട്രൈയിങ് ഔട്ട് സ്റ്റെപ്സ്. അങ്ങനെ ഒരു ഇപ്പൊ ആക്ടിങ്ങിലാണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പോസ്റ്റർ ഡിസൈൻ വർക്കുകളിലാണെങ്കിലും അപ്കമിംഗ് ആയിട്ടുള്ള പ്രോജക്റ്റുകളെ കുറിച്ചും കൂടെ ഒന്ന് സംസാരിച്ചു പോകാം. ഷുവർ. ഞാനിപ്പം നിലവിൽ ഐ ഹവ് ബീൻ ലുക്കിംഗ് അറ്റ് സ്ക്രിപ്റ്റ്. ഞാൻ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഇപ്പൊ നിലവിൽ ഐ ജസ്റ്റ് ഡിഡ് എ ഫിലിം കോൾ സർവമായ. അത് നമ്മുടെ നിവിൻ ചേട്ടനും അജു ചേട്ടനും ഉള്ള പടമാണ്. അത് ക്രിസ്മസിന് റിലീസ് ആവുന്നുണ്ട്. അത് തന്നെ അഖിൽ ചേട്ടനാണ് ചെയ്തേക്കുന്നത്. ഞാൻ അതിലൊരു വീണ്ടും ഒരു കോമിക്കൽ പരിപാടി ഡിഫറൻസ് സാധനം ചെയ്തേക്കുന്നത്. സോ ദെൻ ഫോർ ഡിസൈൻ നമ്മൾ ഒരു തെലുഗു 1-2 ഫിലിംസ് ചെയ്യുന്നുണ്ട്. നാഗചൈതന്യ സാറിന്റെയും രശ്മിക മാമിന്റെയും പടം ചെയ്യുന്നുണ്ട്. സോ ഇൻ തമിഴ് വി ഹാവ് വൺ വിത്ത് അശോക് സെല്ലൻ സർ. ഒരെണ്ണം സൂരി സാറിന്റെ കൂടെ ഒരെണ്ണമുണ്ട്. മലയാളത്തില് പേട്രിയോട്ട് ലാലേട്ടൻ മമ്മൂക്കയുള്ള പടം. ഖലീഫ ഉണ്ട്. വി ആർ ഓൾസോ ഡൂയിങ് വൺ ഹിന്ദി ഫിലിം വിത്ത് ആലിയ ഭട്ട്. അങ്ങ് വരെ ബോളിവുഡ് വരെ. വെരി നൈസ്. ദാറ്റ്സ് അമേസിംഗ് ടു നോ. താങ്ക് യു. അമേസിംഗ്. ഓൾറൈറ്റ്. ഓക്കെ. സോ കുറേ അധികം എക്സൈറ്റിംഗ് ആയിട്ടുള്ള പ്രോജക്ട്സ് ലൈൻഡ് അപ്പ് ആയിട്ട്. സൂപ്പർ. ഇനി നമുക്ക് നേരെ ഒരു റാപ്പിഡ് ഫയർ റൗണ്ടിലേക്ക് പോകാം. സോ ഫസ്റ്റ് I'll begin with some this or that questions. Okay. Sure. Okay. Villain or hero? Villain. Nice. Romance or comedy? Comedy. Okay. Morning or night person? Night. Okay. Beach or mountain? Beach. Monochrome or full color? Monochrome. ആണല്ലേ? Okay. All right. Okay. This or that അവിടെ അവസാനിച്ചു. ഇനി just some random questions only. A director you dream of working with? Dileesh Pothan. I'm dying to work with. Okay. All right. Okay. One word that describes your vibe. I'll say cheerful. Okay. Happy. അത് 2 words എന്നാലും കുഴപ്പമില്ല. നമ്മളത് 1 word ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നു. Okay. A film that changed how you see cinema. ഫോറസ്റ്റ് ഗംപ് ഞാൻ കണ്ടപ്പോ ഭയങ്കര ഇൻസ്പയർഡ് എന്തോലേക്കായി പോയിട്ടുണ്ട്. Okay. അതുപോലെ if your life had a soundtrack, what song would play right now? Right now? അങ്ങനെ വെച്ചാൽ എനിക്ക് കുറെ പാട്ടുകൾ വരുന്നുണ്ട്. ഇത് പറയണമെന്നില്ല. അപ്പൊ എനിക്ക് മറ്റേ
ഹാൻഡ് ജിമ്മറിന്റെ ആണെന്ന് തോന്നുന്നു, ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സൂപ്പർമാന്റെ ഒരു സാധനമുണ്ട്. അത് അടിപൊളിയാണ്. ഇപ്പൊ ലോക്കയിലെ ബീജിയം ഒക്കെ കൊള്ളാട്ടോ, അത് ഉപയോഗിക്കാം. Alright, okay. And finally, a film that you can watch 100 times. CID മൂസയാണെന്ന് തോന്നുന്നു. അല്ലേ, such an entertaining movie. ഏതൊരു കാലത്ത് കണ്ടാലും. So true. Amazing. Thank you. എന്തായാലും അരുൺ, thank you so much നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത്. I know തിരക്കിലാണ്, എന്നാൽ പോലും you joined with us. Yes, thank you. Fun talking with you. Thank you so much and wishing you all the very best. Thank you so much. Thank you, Arun. All right. അരുൺ അജയ് കുമാർ ആയിരുന്നു സ്റ്റാർസ് ഓൺ എയറിൽ നിന്ന് നമ്മുടെ കൂടെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതോടുകൂടി ഇന്നത്തെ സ്റ്റാർസ് ഓൺ എയർ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നെക്സ്റ്റ് വീക്കെൻഡ് ഇതുപോലെ മറ്റൊരു സെലിബ്രിറ്റിയും കുറേയധികം വിശേഷങ്ങളുമായി നമുക്ക് കേട്ടുമുട്ടാം. Stay tuned and keep listening.